ജീവിതത്തിൽ വിജയിക്കുവാനുള്ള രഹസ്യമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഡെയിലി മനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ ദാസന്മാരെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ചു. അവരിൽ രാജാവിന് കടപ്പെട്ടിരുന്ന ചില ദാസന്മാരുണ്ടായിരുന്നു. അവരുടെ അടുക്കിലേക്ക് വിളിച്ച് അവരുടെ കടം വീട്ടുവാൻ ആവശ്യപ്പെട്ടു. അവരിൽ ഒരു ദാസൻ ഉണ്ടായിരുന്നു. അവൻ 1000 താലന്ത് രാജാവിന് കടപ്പെട്ടിരുന്നു. 1000 താലന്ത് എന്ന് പറയുന്നത് അവൻ ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചാലും അവന് കൊടുത്തു തീർക്കുവാൻ കഴിയുകയില്ല. അത്ര വളരെ ഉണ്ട്. എന്നാൽ ഈ ദാസൻ വളരെ സങ്കടപ്പെട്ട് കരഞ്ഞ് രാജാവിനോട് കേണപേക്ഷിച്ചപ്പോൾ രാജാവ് ആ ദാസനോട് മനസ്സലിഞ്ഞു അവൻ്റെ കടമെല്ലാം ഇളച്ചു കൊടുത്തു. രാജാവ് അവൻ്റെ കടം ഇളച്ചു കൊടുക്കാതിരുന്നെങ്കിൽ അവൻ ജീവിതകാലം മുഴുവൻ തടവറയിൽ കഴിയേണ്ടി വന്നേനെ, അല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റെന്തെങ്കിലും ശിക്ഷ അനുഭവിക്കേണ്ടി വന്നേനെ. എന്നാൽ ഈ മനസ്സിലുള്ള രാജാവ് ആ ദാസൻ്റെ കടങ്ങളെല്ലാം ഇളച്ചു കൊടുത്തു. അവൻ വളരെ സന്തോഷിച്ച് പോകുമ്പോൾ വഴിയാത്രയിൽ അവൻ്റെ കൂട്ടുകാരനായ മറ്റൊരുവനെ കണ്ടു. അവനെ കണ്ടിട്ട് അവൻ ഓടിച്ചെന്ന് അവൻ്റെ തൊണ്ടയ്ക്ക് പിടിച്ച് നെക്കി നിന്റെ കടം തന്നു തീർക്കുക എന്ന് ആവശ്യപ്പെട്ടു. ആ ദാസൻ ഇവന് 100 ദിനാരി കൊടുക്കുവാനുണ്ടായിരുന്നു. 100 ദിനാരി എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യൻ ഒരു ദിവസം ജോലി ചെയ്യുമ്പോൾ 1 ദിനാരി കിട്ടും. അങ്ങനെയെങ്കിൽ ഏകദേശം ഒരു 3 മാസമൊക്കെ ജോലി ചെയ്യുമ്പോൾ കൊടുത്തു തീർക്കുവാൻ കഴിയുന്ന അത്ര കടമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇവൻ ആ കടമെല്ലാം വീട്ടുവോളം ആ കൂട്ടുകാരനെ തടവിലാക്കിച്ചു. എന്നാൽ ഈ സംഭവം കണ്ട അവൻ്റെ മറ്റ് കൂട്ടുകാരുണ്ടായിരുന്നു. അവർ ഈ വിവരം രാജാവിനോട് പോയി അറിയിച്ചു. രാജാവ് ചെയ്തത് അവനെ വിളിച്ചിട്ട് അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ അവനെ ഏൽപ്പിച്ചു. അവൻ എന്നേക്കുമായി കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ട് എന്നും ദണ്ഡനം അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഈ കഥ യേശു പറയുമ്പോൾ ഇതിന് പിന്നിലൊരു രഹസ്യം നിങ്ങൾ അറിയേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ദിവസേന അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ അനവധിയാണ്. എന്നാൽ സ്വർഗീയ പിതാവായ രാജാവ് ഈ കടമെല്ലാം നമ്മോട് ക്ഷമിച്ചു തന്നിരിക്കുകയാണ്. നാം ഈ ലോകത്തിൽ ഭൂമിയിൽ ചെയ്തു വരുന്ന എല്ലാ പാപങ്ങളും ദൈവത്തിനെതിരെയാണ് ചെയ്യുന്നത്. ആ പാപമെല്ലാം ദൈവം ക്ഷമിച്ചു. എന്നാൽ മറ്റുള്ളവർ നമ്മളോട് ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ നാം ക്ഷമിക്കാതെ അവരോട് പകയും വിദ്വേഷവും ഒക്കെ വച്ച് നടക്കുകയും അങ്ങനെ പെരുമാറുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിത വിജയത്തിൻ്റെ ഒരു രഹസ്യം ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങളുടെ കുറവുകൾ തിരിച്ചറിയുക, നിങ്ങളുടെ തെറ്റുകളെ മനസ്സിലാക്കുക, ആ തെറ്റുകൾ ദൈവത്തോട് ഏറ്റുപറയുക. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഇന്ന തെറ്റുണ്ട്, ഞാൻ ഇന്ന വ്യക്തിയോട് ക്ഷമിച്ചില്ല, ഇന്ന വ്യക്തിയോട് ഞാൻ മോശമായി പെരുമാറി, ഇന്ന വ്യക്തിയോട് മോശമായ ചിന്ത എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഏറ്റു പറയുമ്പോൾ ദൈവം നിങ്ങളോട് ക്ഷമിക്കുകയും നിങ്ങളുടെ ജീവിതത്തെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഉയരെ കുതിക്കുന്ന റോക്കറ്റ് അതിന് പരമാവധി അതിൻ്റെ കുറവുകൾ തീർക്കുമ്പോഴാണ് അത് പരമാവധി ഉയരത്തിലെത്തുന്നത്. അപ്രകാരം നിങ്ങളുടെ ജീവിതം ഏറ്റവും ഉയരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ കുറവുകളെ കണ്ടുപിടിക്കുക, അതിന് ദൈവത്തിൻ്റെ സഹായം തേടുക. ദൈവമേ, എൻ്റെ തെറ്റുകൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. പലരും എന്നോട് പറയാറുണ്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. എന്നാൽ ദൈവത്തിന് മാത്രമേ നിങ്ങളുടെ തെറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുവാൻ കഴിയുകയുള്ളൂ. അതേ പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുക. ദൈവമേ, എൻ്റെ തെറ്റുകൾ തിരിച്ചറിയുവാൻ എനിക്ക് കഴിവ് തരണമേ, കൃപ തരണമേ. നിശ്ചയമായും ദൈവം നിങ്ങൾക്ക് അങ്ങനെ ഒരു കൃപ തന്നാൽ നിങ്ങളുടെ ജീവിതം മാറും. ഏറ്റവും വലിയ വിജയങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം റോക്കറ്റ് പോലെ കുതിക്കുവാനിടയായിത്തീരും. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.